ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് കേട്ടോ. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലൈനർ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബ്രേക്ക് ക്യാം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. കാരണം വെച്ചാൽ മഴയുടെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നിലവിൽ അതിൻ്റെ ഉള്ളിൽ ക്ലാവ് കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇപ്പം നിലവിൽ ടൈറ്റ് ഇല്ലെങ്കിൽ കൂടി നമ്മളതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട്. കാരണം ഈ മഴയത്ത് ഓടുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് വന്നേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോഴല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും എയർ ഫിൽറ്റർ നമുക്ക് 10,000 കിലോമീറ്ററാണ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ചില കേസിൽ അത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടി വരും, നേരത്തെ മാറ്റേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഡസ്റ്റ് ഒരുപാട് പൊടിയുള്ള ഭാഗത്തേക്കൊക്കെ ഓടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എയർ വലിച്ചിട്ട് അതിനകത്ത് പൊടി വന്നിട്ട് ബ്ലോക്കിങ് വരും. അപ്പോൾ നമുക്ക് സാധാരണ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടി വരാൻ കേട്ടോ. അതിപ്പോൾ ഇപ്പം നമ്മൾ മാറ്റിയാലും അടുത്ത 10,000 കിലോമീറ്ററിൽ എന്തെങ്കിലും മാറണം. ചില കേസിൽ അതിന് നേരത്തെ മാറേണ്ടി വരാം. അത് നമ്മളിപ്പോൾ ഒരുപാട് പൊടിയുള്ള ഭാഗമാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ പെട്ടെന്ന് കയറി ബ്ലോക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10,000 തുടങ്ങി 12,500 കിലോമീറ്റർ വരെയൊക്കെ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ CVT ക്ലച്ച് നമുക്ക് സ്കൂട്ടർ മോഡൽ തന്നെ. അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. എന്നാൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ശരിക്കും നേരടിച്ച് ക്ലീൻ ആക്കിയിട്ട് കിക്കർ ഇതിൻ്റെ കിക്കർ വീല് ഈ വന്ന യൂണിറ്റാണ്. അതെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും സെൽഫ് എടുക്കുക ഈ ഒരു കണ്ടീഷൻ അങ്ങനെ എന്തെങ്കിലും കിക്കർ അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കിക്കർ ജാമായിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിടാം. പിന്നെ ബെൽറ്റ് നമ്മൾ നോക്കണുണ്ട്. ബെൽറ്റൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. നിലവിൽ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. ഏകദേശം 13,000 കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിയാണ് കേട്ടോ. പിന്നെ CVT ക്ലച്ചിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇത്. അത് മെയിൻ ഒരു പാർട്ടാണ് ക്ലച്ചിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെയിറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ച് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. അത് ഓരോ 10,000 കിലോമീറ്ററിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഇട്ടേക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെയാണ് ഈ വന്നതാണ്. വേരിയേറ്റർ ബോഡി റോളർ പിന്നെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എയറടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യുക. അപ്പോൾ ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ സർവീസും ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിട്ട് ഗ്രീസിങ് ആവശ്യമുള്ളത് വണ്ടികളുടെ ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ കൂടി 10,000 കിലോമീറ്ററിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കലും നിർബന്ധമായിട്ടും ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് അഴിച്ച് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. അത് ഗ്രീസിങ് നടത്ത് മാനുവലായിട്ട് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ വരുമ്പോൾ ഓരോ സർവീസിലും നമ്മളെല്ലാ സർവീസും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ കൂടി ഈ 10,000 കിലോമീറ്ററിൽ നിർബന്ധമായിട്ട് നമ്മളത് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററി ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.78 ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കണം കേട്ടോ. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വാല്യൂസിനകത്ത് കാണിക്കും. ഇതിപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണത്. ഇപ്പം നിലവിൽ വണ്ടിക്ക് ഡാമേജ് ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീഴ് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ സൈഡൊക്കെ ശരിക്കും അത്യാവശ്യം ഉരച്ചിലും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ചെറുതായിട്ട് ചെരിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് സ്റ്റീൽ ടൈപ്പാണ്. നമ്മൾ തട്ടി ലെവൽ ചെയ്യുന്ന സമയത്ത് ഒരു വർഷം ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ആ ഇടിയുടെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നിട്ട് കേട്ടോ. പിന്നെ എല്ലാം ബാക്കിലത്തെ ആ വന്ന കവറ് ബാക്കിൽ തന്നെ നമ്മുടെ ഇതിനകത്ത് തന്നെ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിലക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തട്ടി ലെവൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് പോകും, ആ ഭാഗത്ത് തുരുമ്പ് കയറാനുള്ള സാധ്യതയും ഉണ്ട്. ഓൾറെഡി ഇപ്പോൾ തന്നെ പെയിൻറ്റ് പോയിട്ടുണ്ട് ഇവിടേക്ക് ആയിട്ട്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അതൊന്ന് കയറ്റി ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ കൂട്ടത്തിൽ കൂടെയാണ് നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഫുൾ ബോഡി ഒന്ന് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ആയിട്ട് വെക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലും കൂടി നമ്മൾ അഴിച്ചിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ഫ്രണ്ട് വീലും കൂടി അഴിച്ച് നമ്മൾ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും കേട്ടോ. കറക്റ്റ് സെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഫ്രണ്ട് ഈ ഭാഗം അഴിച്ചാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലിവർ മാറ്റാനുണ്ട്. ലിവർ ബെൻഡായി പോയിട്ടുണ്ട്. പിന്നെ ഈ ബ്രാക്കറ്റ് യൂണിറ്റ് ലൂസായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റൊക്കെയാണ് ഫ്രണ്ട് അഴിച്ചാണ്. പിന്നെ അതേപോലെ തന്നെ സ്ക്രാച്ചസ് ഇവിടെയൊക്കെ ചെറിയ ചിളക്ക് കാര്യങ്ങളുണ്ട്. ഇതിവിടെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ഈ ക്യാച്ചറിൻ്റെ ആണ്. അപ്പോൾ അതൊന്നും മാറ്റിയത് ക്ലിയർ ചെയ്തിട്ടേക്കോളൂ. അപ്പോൾ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളെന്ന് പറഞ്ഞതൊക്കെ ഉള്ളൂ. പിന്നെ ഈ ലേഡീസ് ഫുഡ് ട്രസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അത് ഐറ്റം അവൈലബിൾ ആണോ നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ചേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ ഞാനതിൻ്റെ നിലവിലിപ്പോൾ നമ്മളിപ്പോൾ സർവീസുമായിട്ടുള്ള വർക്കും നമുക്ക് പിന്നെ അത്യാവശ്യം ഈ ലിവർ ബ്രേക്കിൻ്റെ അതിൻ്റെ ബാക്ക് ഫുഡ് ട്രസ്റ്റിൻ്റെ കേസ് അതൊക്കെ അത്യാവശ്യം ചെയ്തു വരുമ്പോൾ മൊത്തത്തിൽ ഏകദേശം എത്ര എമൗണ്ട് വരുമെന്ന് ഞാനൊരു എസ്റ്റിമേറ്റാക്കി നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോണം. കാരണം നാളത്തേക്ക് അവിടെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന കണ്ടീഷനിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ.